ഉണ്ട്, എന്നെ പറ്റിയുണ്ട്, ഹൈബിയെ പറ്റിയുണ്ട്, നമ്മുടെ ഷാഫിയെ പറ്റിയുണ്ട്, രാഹുലിനെ പറ്റിയുണ്ട്, എല്ലാവരെ പറ്റിയുണ്ട്. നിങ്ങൾ സെലക്റ്റീവാ. നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പം ശക്കലം മഞ്ഞപ്പത്തും പിടിച്ചിരിക്കുക. അപ്പോൾ എല്ലാം മഞ്ഞായിട്ട് തോന്നും. ഇങ്ങനെ ഈ ഒരു വിരാമം വിട്ട ഒരു ചർച്ചയ്ക്ക് വീണ്ടും ഇതാണ് പത്രക്കാർ ചെയ്ത ഓരോ പരിപാടികൾ. ഇത് അങ്ങനെ ഒരു ചർച്ചയെ ഇല്ലാന്ന് പറയുമ്പം അടുത്ത തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ആ ഒരു ചർച്ച ഇല്ല. നിങ്ങൾക്ക് ഈ 2 ആഴ്ച പിടിച്ചിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അതിനുവേണ്ടി പല പല പരിപാടികൾ ഇപ്പോൾ ആദ്യം ഇലക്ഷൻ കമ്മീഷൻ്റെ ആയിരുന്നു, ഇപ്പോൾ ഞങ്ങളുടെ പേരിലോട്ടായി. അത് ഇങ്ങനെ പല പരിപാടികൾ പല നേതാക്കളുടെ തെറ്റെന്താ? അതിനകത്ത് തെറ്റ്. എൻ്റെ നേതാവിനെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അതേപ്പറ്റി പാട്ട് എഴുതും, പാട്ട് പാടും, ചിലപ്പോൾ അത് വീഡിയോ ആക്കും. നിങ്ങളാണ് അതിന് മറ്റൊരു അർത്ഥം കൊടുത്ത് നിങ്ങൾക്ക് അടുത്ത 10 ദിവസം കൊണ്ട് പിടിച്ചിരിക്കണം. അതിനിങ്ങനെ പല പരിപാടികൾ നിങ്ങൾ ഒപ്പിക്കുന്നതല്ലാതെ ഇവരാരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പം എൻ്റെ ഫാദറിനെ കുറിച്ച് ഞാനിപ്പോഴും കാണുന്നുണ്ട്, വീഡിയോസ് വരുന്നുണ്ട്, ഫോട്ടോസ് വരുന്നുണ്ട്. അത് അത്രയ്ക്ക് സ്നേഹമുള്ളവർ ഇന്നുമുണ്ട്. അദ്ദേഹം മരിച്ചിട്ടും അദ്ദേഹത്തോട് ഭയങ്കര സ്നേഹം കാണിക്കുന്നവരാണ്. അപ്പോൾ അതേ സ്നേഹം നേതാക്കളോട് കാണിക്കുന്ന പ്രവർത്തകർ ഞങ്ങളുടെ ഇടയിലുണ്ട്. അതിനെന്താ തെറ്റെന്താ? ഞങ്ങളുടെ പാർട്ടിയിൽ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. ഞങ്ങളുടെ ഒരു നേതാവിനെ മാത്രമേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നേതാവല്ല. ഞങ്ങൾക്ക് ഒരു നേതാവ് മാത്രമല്ല, ഞങ്ങൾക്ക് പല നേതാക്കന്മാരുണ്ട് ഇന്ന് പാർട്ടിയിൽ. അതല്ല, യോഗ്യത സംബന്ധിച്ചുള്ള മത്സരമാണ് ഇത്. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അതിനപ്പുറമാണ് എന്ന് പറയുമ്പോൾ അതൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ? നിങ്ങൾ പറയുന്നത് പറയപ്പെടുന്ന പേരുകളല്ലാതെ മറ്റു നേതാക്കളുടെ ഫാൻസ് ഒന്നും ഇത്തരം കാര്യങ്ങൾ ഇറക്കുന്നില്ല. ഇതൊക്കെ ഉണ്ട്, എന്നെ പറ്റിയുണ്ട്, ഹൈബിയെ പറ്റിയുണ്ട്, നമ്മുടെ ഷാഫിയെ പറ്റിയുണ്ട്, രാഹുലിനെ പറ്റിയുണ്ട്, എല്ലാവരെ പറ്റിയുണ്ട്. നിങ്ങൾ സെലക്റ്റീവാ. നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പം ശക്കലം മഞ്ഞപ്പത്തും പിടിച്ചിരിക്കുക. അപ്പോൾ എല്ലാം മഞ്ഞായിട്ട് തോന്നും. ഒന്നുമല്ല, ജനഹിതം അനുകൂലമാണെന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. ഈ സർക്കാരിനെ അറബിക്കള്ളി തള്ളിയിരിക്കും, യാതൊരു സംശയവും വേണ്ട.